അപ്പൊ കാക്ക എന്താ പരിപാടി ഇന്ന്? ആടുതല. അപ്പൊ ഞങ്ങളെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ബ്ലോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ആടുംതലയാണ് വെക്കാൻ പോകുന്നത്. ഇതിന് റെഡി ഇപ്പൊ പഠിക്കൊണ്ട് വന്നതല്ലേ? ഇതിങ്ങോട്ട് പറയാൻ പറഞ്ഞാട് പോയി പഠിക്കാടി. ബ്ലോഗ് അന്റെ ബൾബ് ഇന്നേലും ശരിയാവോ മുസ്തഫ? ഓ പോളിടെക്നിക്ക് പഠിച്ചാണ്ട് ഇറങ്ങിയതാ. ലൈറ്റ് ഇട്ടപ്പോ ഫാൻ ഓടുണ്ട്. ബ്ലോഗ് എടുക്കട്ടെ? തട്ടും തടക്കൊക്കെ ഇല്ലാത്തവർക്കൊന്നും ചാടോ? എന്നാ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് പോവാ. ആട്ടുംതലി പിന്നെ എന്താ മതി? ഇതാരെ വെട്ടി എളുപ്പത്തിൽ ലുക്കാവും. പൊളിക്കോ? ഇതൊക്കെ എന്താ ഇന്ത്യ? പിട്ടുണ്ട്, ദോശയുണ്ട്, മുസ്തഫാന്റെ ലൈറ്റ് ഇതുവരെ കത്തിയില്ല. കിട്ടി അന്റെ പൊളി സാധനം. നോട്ടെ മാച്ചാണ്, നോക്കട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞിന്നാ മതി, വേറെ ഒന്നും വേണ്ട. കറക്റ്റാട്ടാ, എന്റെ മുഖത്തിന് കറക്റ്റ് മാച്ചാ. ഇങ്ങനത്തെ കാണിച്ചെടുത്താ ആടിലേക്ക് സ്പെഷ്യൽ. അതെ, എക്സ്ക്യൂസ് മീ. വേണ്ട, മസാലയിൽ ചേരുവ പറയോ? ഇതിലില്ലാത്ത ആളാരപ്പ? നമ്മളീ വീക്കെൻഡ് പ്രോഗ്രാമിൽ ആരാ ഇല്ലാത്ത ആളിപ്പോ ആരാ? ആന്റിയുടെ ആരാ? ആന്റിയ നിങ്ങൾക്ക് ഡിവോഴ്സ് പ്രതീക്ഷിക്കാം. ഉമ്മാന്റെ മാമന് നഷ്ടം പറ്റിയെന്നാ? ഉമ്മാന്റെ മാമനാ? നഷ്ടം പറ്റിടാ. വലിയ രണ്ടാടിന്റെ തല, ലിവറ്, ആടിൻ ലിവറ്, തല, ആടിന്റെ ഇതെവിടെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നുണ്ട്? ആടിന്റെ തലച്ചോറ്. എനിക്ക് തലച്ചോറ് പറയുന്നുണ്ട്. തലച്ചോറ് ഉണ്ടാ മതിയാണടാ പോയില്ല കാര്യം. ആന്റി എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ്? ആന്റി പറയും. ആന്റിനെ എടുക്കണ ഞാൻ തട്ടില്ലാത്തോണ്ട് തലച്ചോറിലൊന്നും ഇല്ലെന്ന് മനസ്സിലായല്ലോ. ഇതിന്റെ ഉള്ളില് ഇന്നലെ പറഞ്ഞ സവാളയുണ്ട്, കബാബ് ഇഷ്ടല്ല. നിങ്ങൾ തട്ടല്ലാത്തോണ്ട് തിരിക്കാൻ പാടില്ല. എന്നാ കയ്യു. നല്ല കൈ യൂട്യൂബിൽ ആർക്കെങ്കിലും. അതെ, ഇതെന്താണെന്നറിയോ? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അതാണ് ഞങ്ങളുടെ എല്ലാ ഇൻഗ്രീഡിയൻസ്, ഞങ്ങളുടെ റെസിപ്പിയുടെ ഒരു മഹാരഹസ്യം എന്ന് പറഞ്ഞാണ് അവൈലബിൾ ആയ പ്രൊഡക്റ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതാണ് ഇതിലുള്ളത്. ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊക്കെ പറയാൻ കിട്ടൂല. കേൾക്കരുത് ദയവ് ചെയ്തിട്ട്. ഇതിലെന്തോ പിന്നെ ഇഞ്ചി, ജീരകം, ഇത് വലുതാ ചെറുതല്ല. അടുക്കളയിൽ ഈ സാധനത്തിന് കാര്യം അത് വലിയൊരു കഥയാണ്, പിന്നെ പറയാം. ഇത് ചെറിയ ആടിന് പല്ലച്ചു കൊടുക്കാനുള്ള വലുതാ. സാമ്പാർ പൊടി ഇടുവാ? സാമ്പാർ പൊടി കൊറേ ആയിട്ട് ഇരിക്കട്ടെ. മാക്സിമം പ്രൊഡക്റ്റ് അവൈലബിൾ റിസോഴ്സ്. ഇതെന്താ ഇവിടെ ഇത് വെറുതെ തരികന്നല്ലാണ്ട് 1.5 മണിക്കൂർ തരികല്ലോ. വീഡിയോ ഫുള്ളോ അല്ല, ഇതില് വലിയ ജീരകം ഇല്ല ഇവിടെ.
ഈ പാത്തുവിനോട് വലിയ ഇതാക്കി വലിയ ശക്തി ചെയ്താ പറഞ്ഞ പോലെ രണ്ടെണ്ണത്തില് ചെറിയ ജീരകാക്കി വെച്ച് കാള വെച്ചിട്ടാണ് ഫാൻ്റെ അനക്ക് എന്താണ് എന്താ വേണ്ടേ? ഫോണില് പഠിക്കാൻ അല്ല ഫോണിലാണല്ലോ ഇപ്പൊ പണ്ടൊക്കെ ഞാൻ പഠിച്ചത്. ഞാൻ ഫോൺ പഠിച്ചിട്ടില്ല ഇത്ര വലിയ നിലയിലെത്തിയത്. അത് സാരില്ല. ഈ ഫോണില്ലാണ്ട് പോയി പഠിച്ചു കുറച്ചു നേരം. അത് പഠിക്കുന്നത് ജീവൻ വേണേ മാറിക്കമ്മ. ഇല്ല ആന്റിയ ഈ വരയിലില്ല എന്ത് ഈ പെരയിലില്ല ജീരകം വലിയ ജീരകം അതാ എന്റെ ആന്റിയുടെ കൈകളാ വരുന്നു. അയ്യോ ആന്റിയുടെ തല വരുന്നു. അവിടെ ഇല്ല. ആന്റിയുടെ കൈകളിൽ അതെപ്പോ കുടുങ്ങും. ആരെ കയ്യൊന്നും കാര്യം അവിടെ ഇല്ല. നോയിക്കോ. അതാ അതാ കോപ്പിപ്പൊടി ഇതെന്താ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇല്ലാന്ന്. എന്ത് ഞങ്ങൾക്കൊന്നും അപ്പൊ ഒരു വിശ്വാസം ഉണ്ടായി. വെള്ളിച്ചീരക പാത്രത്തിൽ കഴിഞ്ഞിട്ട് പൊട്ടിച്ചിട്ടാ എന്താ നമ്മളിന്നാൾ മേടിച്ചിരുന്നല്ലോ പൊടിച്ചിട്ടില്ലേ പൊട്ടിച്ചിട്ടാ ആരിട്ട് അല്ല ഇട്ടിട്ടില്ല ആന്റിയെ ഗരം മസാല ഉണ്ടോ ആന്റിയെ? എനിക്കൊരു വലിയ സംശയമുണ്ട്. ഏത്? എങ്ങനെയാണ് കൊടുക്കാം? ആന്റിയുടെ കുട്ടെന്ന് ഡാൻസ് കളിക്കുന്ന കുട്ടാ. പച്ചമല്ലി ഉണ്ടായിട്ട് ഞാൻ എന്റെ രസത്തിക്ക് ഇടാൻ വിട്ടാല് Guys, what happened this one? ചോദ്യം എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് നിർത്തി കൊടുത്തതിന് അവിടെ ക്ഷീണിച്ചിണ്ടാവും. ഇത് നമ്മള് മേടിച്ചിരുന്നില്ല ജീരകം ഇതെല്ലാം കൂടെ നമ്മൾ അരക്കാൻ പോണു. സോറി ഗൈസ്, ജീരകം കിട്ടിയിട്ടില്ല. ഇതൊന്ന് പൂട്ടി പിടിക്കോ? അയ്യോ കറക്റ്റാ. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ആളിന് തിന്നാൻ കൊടുത്താണ്. തമ്പനിയിൽ കൊടുക്കാനുള്ളതായി. കിട്ടിയോ ജീരകം? ആന്റിയുടെ ഡാൻസ് കളിക്കുന്ന പുട്ട് റെഡി ആവുന്നുണ്ട്. ജീരകം വേണ്ട. ഈ പിന്നെന്താ ഏടി പോയി പഠിക്കടി. കിട്ടി. ആന്റിയുടെ കൈകൾ വന്നു. ഇത് പച്ച ജീരകല്ലോ. ആ ഈ പാത്തുവിനോട് വലിയ ശക്തി ചെയ്താൻ പറഞ്ഞ പോലെ പന്റെ കഥ. ഈ വലിയ ജീരകം തരികഞ്ഞിപ്പോ. ഇത് മിക്സ് ആണ്. ഇത് ചെറിയ ജീരകം ഉണ്ട്. തേങ്ങ ഉണ്ടോന്ന് ഇതാ നോക്കി. ഇതിന്റെ നാവ് പിടിച്ച് ഉണ്ടാക്കണേ ഇല്ലേ? നാവ് പിടിച്ച് ഉണ്ടാക്കണേ ചിക്കൻ കറി. നമുക്ക് പഠിക്കാണ്ട് തന്നെ എടുക്കാലോ നമുക്ക്. ചിക്കൻ കറി. ഒന്ന് കൊടുക്കുന്നു ഒന്ന് കൊടുക്ക്. ഇതാ ആടിന്റെ നാവ് വലിച്ചു കൊടുക്കണു പോലീസുകാർക്ക് എന്ത് ഈ വീട്ടിൽ ആടിന്റെ നാവ് വെച്ചു കൊടുത്തു കടിച്ചെടുക്ക് പഠിച്ചു. നാവ് വെച്ചു ആ അവളെ അടിക്കാൻ പോയിട്ടില്ല ഞാൻ അവിടെ. ഇതാണ് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി ഞാൻ കൂട്ടിയാ എല്ലാം. ഈ വീട്ടിൽ ഇനി ഒന്നും ബാക്കിയില്ല. ഇതോടെ ഇരിക്കട്ടെ. നമുക്ക് വഴറ്റാം. അപ്പൊ എവിടം വരെ എത്തി കാര്യങ്ങള്? ഇതാ ചക്കരകള് പാത്രത്തിലായി. ഓ ഇതാ കുഞ്ഞാത്തൊക്കെ എടുത്ത് ഓടുന്ന എവിടേക്കോ എടുത്ത് ഓടുന്നതാ. കുഞ്ഞാത്ത മതി കുഞ്ഞാത്ത. എത്ര തല കുഞ്ഞാത്ത. കണ്ടില്ല നാട്ടുകാരെ. കാക്ക എങ്ങനെയുണ്ട്? സൂപ്പർ ആരംഭിക്കല്ലേ? ആരംഭിക്കാം. ആരംഭിക്കല്ലേ? അതിന്റെ തലച്ചോറ ഇവിടെ തോളത്തൊക്കെ ഇരിക്കണ്. തിന്ന് പകുതി കഴിഞ്ഞിട്ട് ഇനി ആരംഭിക്കല്. എന്നിട്ട് ആന്റിയെ അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയാ അല്ല ഇതെന്തത്? ആരാണിത്?
ഇതാ. എനിക്ക് അപ്പൊ ചോദിച്ചോ അതിങ്ങനെ വെച്ചിട്ട് പത്തു യെസ് അപ്പൊ റെഡി അല്ലേ? യെസ് ആരംഭിക്കല്ലേ എന്നാ ഞങ്ങൾ പൊളിക്കാണ്. ഇവിടെ തല്ലാണ്. ഞാൻ എന്റെ ഈ ഒറ്റ പ്ലേറ്റും പിടിച്ചിരിക്കും. എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടാവും. ഭയങ്കര അടിയാണ്.